നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 അനുമോൾ എന്ന കണ്ടസ്റ്റന്റ് ഒരു ഇന്നേ വരെ ഇല്ലാത്തൊരു പ്രത്യേക തരം കണ്ടസ്റ്റന്റാണ് നമ്മുടെ അനുമോൾ എന്ന് പറയുന്നത്. അനുമോൾക്ക് ഇന്നേ വരെ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. അധികം നന്നായിട്ട് പ്രോപ്പർ ടാസ്കുകളൊന്നും അധികം നേരവണ്ണം ചെയ്യാനോ അനുമോൾക്ക് പറ്റിയിട്ടില്ല. ഒക്കെ പോട്ടെ, ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് വേണ്ട ക്വാളിറ്റി സ്വന്തം പ്രജകളെ, അതല്ലെങ്കിൽ സ്വന്തം ഒപ്പം നിൽക്കുന്ന സഹജീവികളെ സംരക്ഷിക്കുക, അവർക്ക് കിട്ടുന്നത് അവരുടെ റൈറ്റ്സ് എല്ലാം പ്രൊട്ടക്റ്റഡ് ആണോ എന്ന് നോക്കുക, ന്യായത്തിന്റെ ഭാഗത്ത് മാത്രം നിൽക്കുക, സ്വന്തം പ്രജകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അനീതിയുടെ ഭാഗത്തുള്ള ആൾക്കാരനെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുക, നീതിയുള്ള ആൾക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുക. ഇതൊക്കെയാണ് ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ആള്, അതല്ലെങ്കിൽ ഒരു പേഴ്സണിന്റെ ക്യാരക്ടറിൽ അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആവാനുള്ളൊരു പദവി അതൊക്കെ കൊടുക്കേണ്ടത്. അല്ലാതെ ഒരാൾക്ക് ഭയങ്കര സ്ട്രെങ്ത് ഉണ്ട്, അവർക്ക് എല്ലാ ക്യാപ്റ്റൻസി ടാസ്കും നന്നായി ചെയ്യാൻ പറ്റും, പക്ഷേ തലയിൽ ഒന്നുമില്ല, അതല്ലെങ്കിൽ അനീതി മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും ആൾക്കാർ ദുഷ്ടന്മാർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്ന പ്രജകളെല്ലാവരെയും സംരക്ഷിക്കാൻ അവരെ ഇടിച്ചിടാൻ പറ്റും. ഇതാണ് ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് വേണ്ട ക്വാളിറ്റീസ്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ. ഒരു ക്യാപ്റ്റൻ എന്ന ആർമി നല്ല ശക്തിയുള്ള ഒരാളാണ് വെച്ചാൽ ആ ആൾക്ക് ദുഷ്ടന്മാരെ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ ഇടിച്ചിടും. അതൊരിപ്പോൾ ഒരു സെക്യൂരിറ്റി ആവാം, അല്ലെങ്കിൽ ഗാർഡ് ആവാം. അവരുടെ ജോലി നല്ലതല്ലെന്നല്ല പറയേണ്ടത്, അവർക്ക് ഒരാളെ ഇടിച്ചിടാനുള്ള കഴിവുണ്ട്. പക്ഷേ ഒരു ക്യാപ്റ്റൻ ആവാനുള്ള കഴിവ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലത്തെ ഈ ക്വാളിറ്റീസ് ഒക്കെ വേണം ഒരു ക്യാപ്റ്റൻ ആവാൻ എന്നുള്ളത്. നിങ്ങൾക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഞാനിപ്പോൾ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഒരാൾ ആരാനായിരിക്കും? ആരുമല്ല, അനുമോൾ തന്നെയാണ് ആ ക്വാളിറ്റീസ് ഉള്ള ഒരാൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ക്യാപ്റ്റൻസി ടാസ്കും നന്നായി ചെയ്യാൻ പറ്റില്ല. അതേപോലെ അവൾക്ക് അങ്ങനെ ഒരു ബോയ്സിന്റെ അവിടെ ആണുങ്ങളുടെ പോലെയുള്ള ഫിസിക്കൽ സ്ട്രെങ്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഈ 5 ക്വാളിറ്റീസും അനുമോളിൽ നന്നായിട്ട് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണാൻ പറ്റും. ഈവൻ ദോ അനുമോൾ ഇതുവരെ ക്യാപ്റ്റൻ ആയിട്ടില്ല വെച്ചാൽ പോലും ഒരു ക്യാപ്റ്റൻ ആവാനുള്ള എല്ലാവിധ ക്വാളിറ്റീസും അനുമോൾക്ക് ഉണ്ട് ആ വീട്ടിനകത്ത്. സോ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അവിടെ ലീഡർ അല്ലാത്ത ലീഡർ, ക്യാപ്റ്റൻ അല്ലാത്ത ക്യാപ്റ്റൻ അനുമോളാണ്. ഏതൊരു കാര്യം എടുത്താലും അതെ, ഭക്ഷണത്തിന്റെ കാര്യമാണ് വെച്ചാലും അതെ. അനുമോൾ പണ്ട് റന ഫാത്തിമയായിട്ട് ഭയങ്കര ഒരു വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു അനുമോൾ ഭക്ഷണം നിഷേധിച്ചു, മറ്റൊരാളുടെ ഭക്ഷണം നിഷേധിച്ചു, അങ്ങനെയൊക്കെയാണ് ഇന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുപോലും വളച്ചൊടിച്ചിട്ട് ആൾക്കാർ അനുമോളിനെ അഗെയിൻസ്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് നമ്മൾ ഫുഡ് കൊടുക്കണം. ഈക്വൽ അല്ലാതെ ഒരാൾക്ക് കുറച്ച് ഒരാൾക്ക് കൂടുതലും കിട്ടി കഴിഞ്ഞാൽ നീതികേടല്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് റന ഫാത്തിമയോട് ആദ്യം പോയിട്ട് കൊടുത്ത അളവിലുള്ള ക്വാണ്ടിറ്റിയിലുള്ള ഭക്ഷണം റന ഫാത്തിമയ്ക്കാണെച്ചാലും ഷാനവാസിനാണെങ്കിലും അനീഷേട്ടനാണെങ്കിലും നമ്മുടെ ആദിലാനൂറൊക്കെയാണെങ്കിലും ആർക്കാണെങ്കിലും അനുമോൾ കറക്റ്റ് ഒരേ അളവിലാണ് അതിനകത്ത് വിളമ്പിയിരിക്കുന്നത്. അത് കഴിച്ച് കഴിഞ്ഞ് വന്ന് സെക്കൻഡ് ടൈം ചോദിക്കുമ്പോഴായിരിക്കും സെക്കൻഡ് ടൈം കൊടുക്കാൻ പറ്റുക. അവിടെ ഫുള്ള് ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ കഴിക്കാൻ പോകുന്ന ആൾക്കാർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇല്ല ഭക്ഷണം. അത് കാരണം കൊണ്ടാണ് അനുമോൾ എനിക്ക് കൊടുക്കാതിരുന്നത്. അപ്പൊ ഇതടക്കം വളച്ചു കൊടുത്തിട്ടൊക്കെയാണ് പണ്ടത്തെ ഒരു കാര്യമാണ് ഇത്. പക്ഷെ സ്റ്റിൽ അത് നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും ഇന്നും ഒരേപോലെ നിലനിൽക്കും. പുറത്ത് പ്രേക്ഷക പിന്തുണ ഒന്നുമില്ല, വെറും ഒരു കുലസ്ത്രീ, അങ്ങനെ പലതരത്തിലുള്ള പദവികൾ അനുമോൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനോടകം തന്നെ. പക്ഷേ ഈ അകത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ അറിയില്ലല്ലോ അനുമോൾ എത്രത്തോളം നമ്മുടെയൊക്കെ മനസ്സ് കവർന്നു കഴിഞ്ഞു ഇതിനോടകം എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അനുമോൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാത്ത ഒരാളാണ് ഞാൻ. കാരണം ഞാൻ സീരിയലോ അങ്ങനെ ഒന്നും കാണില്ല. അതുപോലെ അനുമോളുടെ ഷോസ് ഏതൊക്കെ ഷോസിൽ അനുമോളുണ്ട് ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷേ അനുമോളെ ഒരു തരത്തിലും അറിയാത്ത PR ആണെന്ന് പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു തരത്തിലും അറിയാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് പോലും അനുമോളോട് ഇത്രയും റെസ്പെക്ട് തോന്നുന്നുണ്ടെങ്കിൽ, അനുമോളിൽ നമ്മുടെ മനസ്സിലൊക്കെ സ്ഥാനം പിടിക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം ഫ്രം ദ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് ഇന്നത്തെ 80ാമത്തെ ദിവസം വരെ അനുമോള് ഒരു തരത്തിലുള്ള നീതികേടോ ന്യായക്കേടോ ഒന്നും അവിടെ ചെയ്തിട്ടില്ല. ഇവിടെ ആര്യന്റെയും ജിസേലിന്റെ ഇഷ്യൂസിലാണെച്ചാൽ പോലും അവരുടെ എല്ലാ തരത്തിലുള്ള നോട്ടങ്ങളും ഭാവങ്ങളും അതുപോലെ ബെഡിനടിയിലുള്ള കാര്യങ്ങളും ഇതെല്ലാതും പ്രേക്ഷകർ കണ്ടതാണ്. ഇനിയിപ്പോൾ അത് ബിഗ് ബോസ് ഹൗസിൽ തെളിയിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതെല്ലാതും നമ്മൾ കണ്ടതാണ്. ഇതിൽ ലൈവിനകത്താണെച്ചാലും അതേപോലെ അവരവിടെ സൈഡിൽ സംസാരിക്കുന്ന രീതി, നമ്മളും ചോറ് തന്നെ കഴിക്കേണ്ടത് നമുക്കറിയാം എന്തൊക്കെയാണ്. ഒരാൾ 2 പേര് തമ്മിലുണ്ടാവുന്ന കോൺവെർസേഷൻ, ഐ കോൺടാക്ട്, ഇതെല്ലാം വെച്ചിട്ട് ഏതൊരു മനുഷ്യനാണെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും അവർ തമ്മിൽ എന്താണ് അതിനകത്ത് നടക്കുന്നത് എന്നുള്ളത്. സോ ആര്യൻ ജിസേലിന്റെ അടുത്ത് പെരുമാറുന്ന പോലെ അല്ല ആര്യൻ അനുമോളുടെ അടുത്ത് പെരുമാറുന്നത്, ആര്യൻ ആദിലാനൂറിന്റെ അടുത്ത് പെരുമാറുന്നത്, ആര്യൻ ബാക്കി ഗേൾസിനോട് ഒന്നും അങ്ങനെയല്ല പെരുമാറുന്നത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും ആര്യൻ ജിസേലിന്റെ അടുത്ത് എങ്ങനെയാണ് പെരുമാറുന്നത്, ജിസേലിന് ഇങ്ങോട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളതും. അനുമോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ആര്യനെ ഒരു അനിയനായിട്ട് അല്ലെങ്കിൽ ഒരു കുസൃതി രൂപത്തിൽ മാത്രമാണ് കണ്ടിരിക്കുന്നത്. അതുവരെ വളച്ചു കൊടുത്തിട്ട് ചീപ്പായിട്ട് അനുമോൾ പറഞ്ഞതല്ല അവിടെ ചീപ്പായിട്ടുള്ള കാര്യം. അനുമോൾ ആര്യനെ നോക്കിയിട്ടുണ്ടായിരുന്ന രീതി ചീപ്പാണ് എന്ന് പറഞ്ഞ ആ ശൈത്യ അടക്കം ബെസ്റ്റ് ഫ്രണ്ട് ബാക്കിൽ നിന്ന് കുത്തിയ കട്ടപ്പ ശൈത്യ അടക്കം ഇതിന് എന്തായാലും ഒരു ദിവസം ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ആ ആളടക്കം ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും അനുമോൾ ശൈത്യടുത്ത് ക്ഷമിച്ചു പോണ ദിവസം. അത് അനുമോളുടെ അതാണ് ആ ലെവൽ അല്ലെങ്കിൽ ക്വാളിറ്റി. നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരാണ് എല്ലാ ബിഗ് ബോസ് സീസണിലും നമ്മൾ വിചാരിക്കും വേറൊരാളാണ് കപ്പെടുക്കുക എന്നുള്ളത്. പക്ഷേ നമുക്കറിയില്ല, ഇത് നമ്മളുടെ പ്രേക്ഷക വിധി പ്രകാരം മാത്രമായിരിക്കും അനുമോൾ കപ്പെടുക്കോ ഇല്ലേ എന്നുള്ളത് എല്ലാതും. പക്ഷേ എൻ്റെ മനസ്സിൽ അനുമോൾ തന്നെ കപ്പെടുക്കണം എന്നാണ്. കാരണം അവിടെ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അനുമോൾ മാത്രമാണ്. ഒരു അക്ബറിനോ ഒരു നിവിനോ ഒരു ആര്യനോ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് പോലും ചെയ്യാൻ പറ്റാത്ത 3 ക്യാപ്റ്റന്മാരുണ്ടായിട്ട് പോലും അടുക്കള മാനേജ് ചെയ്യാൻ പറ്റാത്ത അടുക്കള അനുമോൾ ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് അനുമോൾ എല്ലാവരും കുറ്റം പറഞ്ഞു. ഈ പറഞ്ഞ ഇന്നലെ ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ 100 കടന്ന് ഇങ്ങനെ റേസ് ആയിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം? അനുമോൾ അവർക്ക് ഭക്ഷണം ദോശ ഉണ്ടാക്കാൻ വേണ്ടി കടലമാവ് എടുത്ത് അവർക്ക് ദോശ ഉണ്ടാക്കി അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞവരുടെ കൂടെ നിന്നിട്ട് അതിൽ നൂറിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അനുമോൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പോയ അനുമോളിനെ ചീത്ത ആട്ടി തുപ്പി
പുറത്ത് ആക്കുന്ന ആൾക്കാരെ കണ്ട് നോക്കി നിന്ന് അവരെ സപ്പോർട്ട് ചെയ്ത ആദിലയും നൂറയ്ക്കും ഇന്ന് ഭക്ഷണം കിട്ടാത്തതിന് വിഷമം. എന്ത് പറയണം ഇതിന്? നമുക്ക് ആരുടെ പക്ഷത്ത് നിൽക്കണം ഇതിന്റെ ഈ ഒരു കേസിൽ? ഒന്നും പറയാനില്ല സുഹൃത്തുക്കളെ.